വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 5, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷ ഭാഗ്യങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന് യേശു നൽകുന്ന പുതിയ ദിശാബോധം. വിശ്വപ്രസിദ്ധമായ മലയിലെ പ്രസംഗത്തിലൂടെ യേശുക്രിസ്തു മനുഷ്യവംശത്തിന് തന്നെ പുതിയൊരു ദിശാബോധം ജീവിതത്തിൽ നൽകുകയാണ്. ഈ പ്രഭാഷണ പ്രബോധന പരമ്പരകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഉള്ള ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തില് നമ്മുടെ ധ്യാനചിന്ത. എല്ലാ മനുഷ്യരും തന്നെ താല്പര്യപൂർവ്വം സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ ഓരോരുത്തർക്കും വന്നു ചേരുന്ന ഭാഗ്യാവസ്ഥയെപ്പറ്റി. എന്നാൽ സാധാരണ മനുഷ്യൻ സാമാന്യമായിട്ട് സ്വപ്നം കാണുന്ന ആ ഭാഗ്യാവസ്ഥ സമ്പത്ത്, സ്വാധീനം, അധികാരം, സർവോപരി സുഖകരമായിട്ടുള്ളൊരു ജീവിതം, ഇതിലാണ് മനുഷ്യന്റെ ഭാഗ്യം സാമാന്യമായിട്ട് മനുഷ്യൻ കണ്ടെത്തുന്നത്. എന്നാൽ മനുഷ്യന്റെ ഈ സ്വപ്നത്തിന് വിപരീതമായിട്ടുള്ള ഒരു ദിശാബോധമാണ് യേശു മലയിലെ പ്രസംഗത്തിൽ കൂടെ നമുക്കായിട്ട് നൽകുന്നത് എന്ന് കാണാം. മനുഷ്യൻ സമ്പത്തിനും സ്വാധീനത്തിനും അധികാരത്തിനും സുഖലോലുപതയ്ക്കും ഭാഗ്യത്തിന്റെ ഒരു സ്ഥിതിവിശേഷം കൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് വരികിൽ യേശുവിന്റെ ദർശനമനുസരിച്ച് ഇവയെല്ലാം തന്നെ മനുഷ്യന് നിർഭാഗ്യകരമായ അവസ്ഥ സൃഷ്ടിക്കാനേ കൂടുതൽ ഇടവരുത്തുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ യേശുവിന്റേതായിട്ടുള്ള ദർശനമനുസരിച്ച് ഒരു മനുഷ്യന് ഭാഗ്യമായിട്ടുള്ള അവസ്ഥ വന്നു ചേരുന്നത് ജീവിതത്തിൽ സദാസമയം ഉടനീളം ദൈവാശ്രയബോധം വളർത്താൻ സാധിക്കുക എന്നുള്ളതിലാണ് എന്ന് യേശു വ്യക്തമാക്കുന്നു. അങ്ങനെ ദൈവാശ്രയബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ശാന്തതയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കൈകാര്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ സമാധാനത്തോടുകൂടെ കാര്യങ്ങൾ നിർവഹിക്കാനും, അങ്ങനെ നിർവഹിക്കാൻ ഇടവരുമ്പോൾ അല്പമൊക്കെ കാരുണ്യത്തോടുകൂടെ ജനങ്ങളോട് ഇടപഴകാനും സാധിക്കുന്ന ഒരവസ്ഥയാണ് യേശുവിന്റെ ദർശനമനുസരിച്ച് ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. അതോടുകൂടെ തികഞ്ഞ നീതിബോധം ജീവിതത്തിൽ വളർത്താൻ ഇടവരുത്തുക. ആ നീതിബോധത്തോടുകൂടെ മനുഷ്യൻ ജീവിക്കാനിടവരുമ്പോൾ നേരിടേണ്ടി വരുന്ന വിപത്തുകളും സംഘർഷങ്ങളും സന്തോഷത്തോടുകൂടെ അഭിമുഖീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഭാഗ്യകരമായിട്ടുള്ളൊരവസ്ഥയായിട്ടാണ് യേശു നിദർശനം ചെയ്യുന്നത്. ജീവിതത്തിൽ ആരെങ്കിലും നീതിബോധത്തോടുകൂടി വർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ
അഭിമാനത്തോടുകൂടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഇടവരിക എന്നുള്ളത് വലിയ മനുഷ്യന്റെ ലക്ഷണമായിട്ട് ആണ് യേശുവിന്റെ ദർശനത്തിൽ നമ്മൾ കാണുക. അങ്ങനെ ജീവിതത്തിൽ ഹൃദയശാന്തത പുലർത്താൻ സാധിക്കുക, ജീവിതത്തിൽ ഒരിക്കലും വക്രത കാണിക്കാതെ ഹൃദയ നൈർമല്യം ജീവിതത്തിൽ അനുവർത്തിക്കാൻ സാധിക്കുന്നത് ഭാഗ്യത്തിന്റെ ലക്ഷണമാണ് യേശുവിന്റെ ദർശനമനുസരിച്ച്. ഇങ്ങനെ ഉള്ള ഒരു ജീവിത ശൈലിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറഞ്ഞു തരുന്നത്. എന്നാൽ ഉപരിപ്ലവമായ രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണാൻ ഇടവരുന്ന മനുഷ്യനെ സംബന്ധിച്ച് യേശുവിന്റെ ഈ ദർശനങ്ങൾ അപ്രായോഗികവും അപ്രസക്തവും ആയിട്ട് അനുഭവപ്പെടാം. എന്നാൽ ജീവിതത്തെ ഗൗരവബുദ്ധിയോടുകൂടെ കാണുകയും ജീവിതത്തെ പക്വതയോടുകൂടി നോക്കിക്കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികള് യേശുവിന്റെ ഈ ദർശനങ്ങള് അതിന്റെ ചൈതന്യം ജീവിതത്തിൽ വിജയകരമായിട്ട് നടപ്പിലാക്കാൻ ഇടവന്നിട്ടുള്ള വ്യക്തികളെയാണ് ഇന്ന് ലോകം അംഗീകരിക്കാൻ ഇടവരുന്നത് എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽപ്പെട്ട ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എന്ന് നമുക്ക് കാണാം. അദ്ദേഹം യേശുവിന്റെ മലയിലെ പ്രസംഗത്തിന്റെ ആന്തരിക ചൈതന്യം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയകരമായി പുലർത്തിയ മഹത് വ്യക്തിയാണ്. ഇതുപോലെ ഈ ദർശനം ജീവിതത്തിൽ സ്ഥലകാല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിജയകരമായിട്ട് ജീവിതത്തിൽ പുലർത്താൻ ഇടവന്നിട്ടുള്ള ധാരാളം മഹത്തുക്കൾ ലോകത്തിലുണ്ടായിട്ടുണ്ട്. അതുവഴി അവരൊക്കെ യേശുവിന്റെ ഈ ദർശനം തികച്ചും പ്രായോഗികവും ജീവിതത്തെ ധന്യമാക്കുന്നതുമാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. എന്നല്ല, ഇന്ന് തിരുസഭയിൽ വിശുദ്ധരായിട്ട് വണങ്ങപ്പെടുന്ന എല്ലാ മഹത്തുക്കളും തന്നെ ഈ ദർശനം അതിന്റെ ആന്തരികത മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പ്രായോഗികമാക്കിയവരാണ്, വിജയകരമായിട്ട് ജീവിക്കാൻ സാധിച്ചവരാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇതോടുകൂടെ ഒരു സത്യം നാം അനുസ്മരിക്കേണ്ടതുണ്ട്. ലോകചരിത്രത്തിൽ ഇന്ന് ആദരവോടും മതിപ്പോടും കൂടെ സ്മരിക്കപ്പെടുന്ന വ്യക്തികളെല്ലാം തന്നെ യേശുക്രിസ്തുവിന്റെ ഈ നവമായിട്ടുള്ള ദർശനം ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിജയകരമായ രീതിയിൽ നടപ്പിലാക്കാൻ സാധിച്ചവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത് അപ്രായോഗികമാണ് എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്നവർ ജീവിതത്തെ ഉപരിപ്ലവമായ രീതിയിൽ മാത്രം നോക്കിക്കാണാൻ ശ്രമിക്കുന്നവരാണ് എന്ന് നമുക്ക് കാണാം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിന്റെ ഈ പുതിയ ദർശനങ്ങൾ അതിന്റെ ചൈതന്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ അത് വിജയകരമായ രീതിയിൽ പുലർത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതങ്ങളും ധന്യമാകും എന്നുള്ളത് തീർച്ച. അങ്ങനെ നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ ഇടവരും.